ഹായ് അസ്സാമലൈക്കും. ഇതേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തുണ്ടാക്കുന്നത് പറഞ്ഞാൽ മിസൽ പാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 100 ഗ്രാംസ് മടിക്കിയെടുത്തിന് പയർ ടൈപ്പ് കുടിച്ച പയറെടുത്തത്. അതിന് ഞാൻ കുക്കർക്കിട്ടിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഒരു സൈഡിൽ ഞാൻ മസാല റെഡിയാക്കിയിട്ട് വെച്ചിന്. ഇടിമുളക്, മല്ലി, കൊപ്പരയില്ല ചെറിയ കഷ്ണം ഇട്ടാൽ മതി. കൊപ്പര 2 എണ്ണം ഉള്ളി, പിന്നെ 5-6 എണ്ണം വെളുത്തുള്ളി. ഇത്ര സാധനം ഞാൻ വറുത്തിട്ട് എടുത്തിന്. എണ്ണയിൽ കുറച്ച് വറുത്തിട്ട് വേറെ എടുത്തത്. പിന്നെ ഒരു സൈഡിൽ ഞാൻ ചട്ടി എടുത്തിട്ട് എണ്ണ കുറച്ച് ബീത്തിട്ട് ഇല്ല 1 എണ്ണ ഉള്ളി എടുത്ത് അതിലേക്ക് ഗരം മസാല ഇടണം. കെത്തയും 2 ബലിയ ഇലത്തിട്ട് പിന്നെ ചപ്പ് കുരുമുളക് പൊടി അത്ര ഇട്ടിട്ട് അതിനെ ഷോപ്പിക്ക് എടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കുറച്ച്, ഉള്ളി ചോന്നേ. പിന്നെ ഈ മസാലയിൽ അരച്ചിട്ടെടുക്കണം, നല്ല മൈ പോലെ അരച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 വലിയ എണ്ണം തക്കാളി എടുത്തതിന്, വലിയ തക്കാളി. പിന്നെ ഈ റെഡിയാക്കിയിട്ടെടുത്ത മസാലനെല്ലാം മൈ പോലെ അരച്ചിട്ടെടുക്കണം. മിക്സിക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരി. പിന്നെ ഈ അരച്ചെടുത്ത മസാലയില്ലേ ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. തക്കാളി എല്ലാം ഉടഞ്ഞ പിന്നെ ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം എണ്ണ മുകളിലേക്ക് വരുന്നത് വരെ. ഇതിൻ്റെ മണമെല്ലാം മാറിയ പിന്നെ മുളക് പൊടി 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ഇല്ലേ ഇത് ഗോഡ മസാല അതിടണം 2 സ്പൂണ്. പിന്നെ കാന്ത മസാല കിട്ടുന്ന അത് 2 സ്പൂൺ ഇടണം. അതിലെല്ലാം മസാല ഉള്ളത് മിക്സ് അതിട്ടിട്ട് കൊടുത്ത് പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ജീരകപ്പൊടി ഇടണം 1 സ്പൂണ്. ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ ഇത് നെയ്യ് ഇടണം 2 സ്പൂൺ. ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ നെയ്യിട്ടേ പിന്നെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ ഇതിൻ്റെ മസാല മണമെല്ലാം മാറിയ പിന്നെ ഈ പയർ വേവിച്ചിട്ട് വെച്ചിട്ടില്ലേ അതിനൊഴിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഒഴിച്ചിട്ട് ഇതേ മസാലക്ക് നമുക്ക് പയർ നല്ല ഒടിഞ്ഞിട്ട് കിട്ടീന്. ഇതേമാതിരി ഇതിൽ വെള്ളം പോലെ ആക്കണം, ഗട്ടാക്കാൻ പാടില്ല. പിന്നെ പാവിൻ്റെ അകത്ത് കഴിക്കുന്നത് റെഡിയായി കറി. പിന്നെ മുകളിലേക്ക് കൊത്തമ്പീര മുറിച്ചിട്ടിട്ടാൽ മതി. റെഡിയായി. പിന്നെ തിളപ്പിൽ ഉള്ളി സവാള മുറിച്ചിട്ടെടുക്കണം. ലിമ്പ് പിന്നെ കാട്ടിയ മസാല കിട്ടുന്ന നംകിൻ ചൂട അങ്ങനത്തെ അതിനെ ആ കറിക്കിട്ടിട്ട് മുകളിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല ഇതേമാതിരി ഇട്ടിട്ട് നമ്മൾ പാവിൻ്റെ അകത്ത് കഴിക്കണം. ഇത് മുമ്പ് ഇഷ്ടമായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ നമുക്ക് ഇതേമാതിരി നല്ല വെള്ളം പോലെ ഉണ്ടാക്കിയിട്ടെടുക്കണം. ആരും കാണുന്നു ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും. മുകളിലേക്ക് കൊത്തിമീർ ഇട്ടിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുളക്കല്ല, കറിൻ്റെ മുളക്കല്ല. ഞമ്മ ഇപ്പം കഴിക്കുമ്പോൾ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് ഇതേമാതിരി വെച്ച് കൊടുത്തിട്ടില്ലേ ഞമ്മ ഇപ്പോൾ പ്ലേറ്റിലേക്ക് കഴിക്കുമ്പോൾ ഇടുന്നില്ല. അതിൻ്റെ മേലേക്ക് കാട്ടിയ മസാല ഇട്ടിട്ടില്ലേ കഴിക്കണം, നല്ല ടേസ്റ്റ്. മസാല നംകിൻ ചൂട, ഉപ്പിൻ്റെ ചൂടയില്ലേ അത്, മധുരത്തിൻ്റെ പാടില്ല. പിന്നെ മുകളിലേക്കില്ലേ കൊത്തിമീർ ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ നോക്കി ഇതേമാതിരി ഇല്ലേ ഈ കാട്ടിയ മസാല എടുത്തിട്ട് ഇതേമാതിരി കറീൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതായിട്ട് ആരും കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.